ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം തനി നാടൻ റെസിപ്പിയാണ്. നമ്മുടെ ചേമ്പിൻ താള് കൊണ്ടുള്ള ഒരു സിമ്പിൾ കറിയാണ്. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചേമ്പിൻ്റെ തണ്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവുമല്ലോ ചേമ്പ്, അപ്പോൾ അതിൻ്റെ തണ്ട് ഉരിഞ്ഞെടുക്കുക. അപ്പോൾ ചേമ്പിൻ താള് ഇത് അവിടെ ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. നന്നായി വാഷ് ചെയ്തെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഉരിഞ്ഞെടുത്തിട്ട് ഇതാ ചെറുതായിട്ട് കനം കുറഞ്ഞ് വട്ടത്തിലാണ് ഇപ്പോൾ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. വളരെ കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു മൺചട്ടി എടുക്കുക, അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചേമ്പിൻ താള് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന ആ 2 വലിയ ചേമ്പിൻ താളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, പിന്നെ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് മുളക് പൊടിയാണ്. ഇപ്പോൾ ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്, അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് പൊത്തി വെച്ച് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് ചേമ്പിൻ തണ്ട് നമുക്ക് ചെറുതായി കൊത്തിയരിഞ്ഞ് തോരൻ വെക്കാം, അതുപോലെ തന്നെ പരിപ്പും ചേമ്പിൻ്റെ താളും കൂടെ കറിയൊക്കെ വെക്കാം. ഇപ്പോൾ ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ്. തേങ്ങ അരച്ചിട്ട് മാത്രം പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ആ ചേമ്പിൻ താള് നമ്മുടെ വേവണ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കണം. ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പുളി. പിന്നെ നാളികേരം, ഒരു 1/2 മുറി നാളികേരം നന്നായിട്ട് ഫൈനായിട്ട് നല്ല മഷി പോലെ അരച്ച് അതും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം മൂടി വെച്ച് വേവിച്ചപ്പോഴേക്കും നമ്മുടെ ചേമ്പിൻ താളൊക്കെ വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പുളി ഒരിത്തിരി മതി കേട്ടോ. നമ്മൾ കറിയുടെ ആ പുളി രസം എത്ര വേണം അത് നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പുളിയൊക്കെ പാകത്തിന് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നാളികേരം ചേർക്കുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. വെറുതെ നാളികേരം മാത്രമാണ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ, വേറെ ഒന്നും അതിലേക്ക് ചേർത്തിട്ടില്ല. ഇതേ കണ്ടോ, അരപ്പ് മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇത്രയുള്ള നമ്മുടെ കറി വളരെ എളുപ്പത്തിലല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നാളികേരത്തിൻ്റെ അരപ്പും പുളിയും അതുപോലെ തന്നെ നമ്മുടെ ചേമ്പിൻ്റെ താളും കൂടെ നന്നായി തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. കുറുകി ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള തനി നാടൻ ചേമ്പിൻ താള് കറിയാണ് നമ്മൾ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായി തിളച്ച് കുറുകി ചെറുതായിട്ട് ഇതാ നാളികേരത്തിൻ്റെ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ച് നേരം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് നേരം ഓഫ് ചെയ്ത് വെച്ചപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് വറുത്തിടണം. അപ്പോൾ സാധാരണ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കുക, കറിവേപ്പില ഇടുക, വറ്റൽമുളക് ഇട്ടിട്ട് നമുക്കൊന്ന് താളിച്ച് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചേമ്പിൻ താള് കറിയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചേമ്പിൻ താള് കറിയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.